ചരിത്രത്തിന്റെ 101 വർഷങ്ങൾ. ചുങ്കത് ജ്വല്ലറി. അനുഭവം, അതാണ് സത്യം. ആദിശങ്കര കുലദേവ ക്ഷേത്രമായ കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അക്ഷയതൃതീയ കനകധാര യജ്ഞം ഏപ്രിൽ 28 മുതൽ മെയ് 2 വരെ ക്ഷേത്രതന്ത്രി കിടങ്ങശ്ശേരി രാമൻ നമ്പൂതിരിപ്പാടിൻ്റെയും യജ്ഞാചാര്യൻ ആവണപ്പറമ്പ് പ്രദീപ് നമ്പൂതിരിപ്പാടിൻ്റെയും ക്ഷേത്രം മേൽശാന്തി വെമ്പിളിയത്ത് സൂരജ് നമ്പൂതിരിപ്പാടിൻ്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. യന്ത്രവിധികൾക്ക് അനുസരിച്ച് തയ്യാറാക്കുന്ന കനകധാര മഹാലക്ഷ്മി യന്ത്രങ്ങളും മഹാലക്ഷ്മിയുടെ പ്രാണപ്രതിഷ്ഠ നടത്തിയ സ്ഫടികമടക്കം ചെയ്ത സ്വർണം, വെള്ളി, പഞ്ചലോഹ നെല്ലിക്കകളും ശുദ്ധക്രിയകളായ നാൽപ്പാമര കഷായ അധിവാസം, പുറ്റുമൺ ശുദ്ധി, പുണ്യാഹം എന്നിവയ്ക്ക് യമ്മ മണ്ഡപത്തിൽ പ്രതിഷ്ഠിക്കുന്നു. 32 ബ്രാഹ്മണ ശ്രേഷ്ഠർ 1008 ഒരു കനകധാര സ്തോത്ര ജപം പൂർത്തിയാക്കുന്ന അക്ഷയതൃതീയ ദിനമായ ഏപ്രിൽ 30 രാവിലെ കനകധാര ഹോമത്തിന് ശേഷം സ്വർണം, വെള്ളി, പഞ്ചലോഹ നെല്ലിക്കകൾ കൊണ്ട് ലക്ഷ്മി ദേവിക്ക് കനകാഭിഷേകം നടത്തി ഭക്തജനങ്ങൾക്ക് വിതരണം ആരംഭിക്കുന്നു. അങ്ങനെ ഭിക്ഷയയച്ച് ഒരു ഇല്ലത്തി എന്നപ്പോഴാണ് അവിടുത്തെ ദാരിദ്ര്യം കാരണം അവിടെ ഒന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഉണക്ക നെല്ലിക്കകൾ മാത്രമാണ് കൊടുത്തത്. ആ ദാരിദ്ര്യം കണ്ടിട്ട് ശങ്കരാചാര്യർ അവിടെ വച്ച് ചൊല്ലിയതാണ് ഈ കനകധാര സ്തോത്രം. അവിടെ മഹാലക്ഷ്മി കനകം പെയ്യിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായും അതിൻ്റെ ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഇവിടെ ഈ കനകധാര സ്തോത്രം നടത്തുന്നത്. മെയ് 2 ആണ് ശങ്കര ജയന്തി. അന്ന് 32 അമ്മമാരെ ആദരിക്കുന്നുണ്ട്. ഈ 32 അമ്മമാരെ പേരുകൾ തന്ന് അവരെ രജിസ്റ്റർ ചെയ്ത് അവരെ നറുക്കിട്ടെടുത്ത 32 അമ്മമാരെ ശങ്കരാചാര്യരുടെ ജീവിതം 32 വയസ്സ് വരെയാണ്. അതിനോട് ബന്ധപ്പെട്ട് 32 ബ്രാഹ്മണരെ 32 അമ്മമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി അന്ന് നടക്കുന്നതാണ്. പ്രധാനപ്പെട്ട എല്ലാ ദിവസവും ഈ യജ്ഞമണ്ഡപത്തിന് തൊട്ട് മുൻവശത്തായി ചെയ്തിട്ടുള്ള ഹോമകുണ്ടത്തിൽ വച്ചിട്ട് 24,000 സംഖ്യ വച്ചിട്ടുള്ള സുഹൃത ഹോമം 4 ദിവസങ്ങളിലായിട്ട് നടക്കും. 28, 29, 1, 2 തീയതികൾ. 30-ാം തീയതി അത് കനകധാര ഹോമമാണ് നമ്മൾ അക്ഷയതൃതീയ ദിനത്തിൽ ചെയ്യുന്നത്. ഈ ഹോമം രാവിലെ 6:30 മുതൽ 11:30 വരെ ആണ് ഹോമം നടക്കുക. 11:30 കൂടിയിട്ട് ഹോമത്തിൻ്റെ പൂർണ്ണാഹൂതി നടത്തുന്നുണ്ടാവും. കനകധാര യജ്ഞം എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 11:30 വരെയും വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെയുമാണ് ജപം നടക്കുക. അതിനുശേഷം ലക്ഷ്മി നാരായണ വിഗ്രഹങ്ങൾ പൂർണ്ണാനദിയിലേക്ക് മുതലക്കടവിലേക്ക് ആനയിച്ച് കൊണ്ടുപോവുകയും അവിടെ വച്ച് ലക്ഷ്മി നാരായണ അഭിഷേകം നടത്തി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് വരുന്നതുമാണ്. 21 ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ഇതായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഭക്തജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും ഈ യജ്ഞമണ്ഡപത്തിന് തൊട്ട് മുൻവശത്തായി ചെയ്തിട്ടുള്ള ഹോമകുണ്ടത്തിൽ വച്ചിട്ട് 24,000 സംഖ്യ വച്ചിട്ടുള്ള സുഹൃത ഹോമം 4 ദിവസങ്ങളിലായിട്ട് നടക്കും. 28, 29, 1, 2 തീയതികൾ. 30-ാം തീയതി അത് കനകധാര ഹോമമാണ് നമ്മൾ അക്ഷയതൃതീയ ദിനത്തിൽ ചെയ്യുന്നത്. ഈ ഹോമം രാവിലെ 6:30 മുതൽ 11:30 വരെ ആണ് ഹോമം നടക്കുക. 11:30 കൂടിയിട്ട് ഹോമത്തിൻ്റെ പൂർണ്ണാഹൂതി നടത്തുന്നുണ്ടാവും. കനകധാര യജ്ഞം എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 11:30 വരെയും വൈകുന്നേരം 4 മണി മുതൽ
6 മണി വരെയുമാണ് ജപം നടക്കുക. അതിനുശേഷം ലക്ഷ്മി നാരായണ വിഗ്രഹങ്ങൾ പൂർണ്ണ നദിയിലേക്ക് മുതലക്കടവിലേക്ക് ആനയിച്ച് കൊണ്ടുപോവുകയും അവിടെ വച്ച് ലക്ഷ്മി നാരായണ അഭിഷേകം നടത്തി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് വരുന്നതുമാണ്. തൃക്കാലദേവാശരണം ആദിശങ്കര കുലദേവ ക്ഷേത്രമായ കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നു വരുന്ന അക്ഷയതൃതീയ കനകധാര യജ്ഞത്തിൽ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദകൂട്ടും കൂടാതെ അവർക്ക് വേണ്ട സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ചെയ്തു കൊടുക്കുന്നതും, അതുപോലെ തന്നെ ശങ്കരജയന്തി ദിനമായ മെയ് 2-ാം തീയതി നിരവധി സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തജനങ്ങൾക്ക് ശ്രീ ശങ്കരാമൃത ഭോജനം എന്ന നാമധേയത്തിൽ 3000-ഓളം വരുന്ന ഭക്തജനങ്ങൾക്ക് ഉച്ചയ്ക്ക് ക്ഷേത്രം പ്രസാദകൂട്ടിനുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കി കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 12 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെയും കനകധാര സ്തോത്രം ജപം നടത്തുന്നു. അതിനുശേഷം മുതലക്കടവിൽ ലക്ഷ്മി നാരായണ അഭിഷേകം നടത്തുന്നു. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ 11 മണി വരെ യജ്ഞമണ്ഡപത്തിന് സമീപമുള്ള ഹോമകുണ്ഡത്തിൽ 96,000 ഒരു സുഹൃത ഹോമം നടക്കും. ശ്രീശങ്കര ജയന്തി ദിനമായ മെയ് 2-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ആചാര്യസ്വാമികളുടെ ജീവിതകാലമായ 32 വർഷങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് 60 വയസ്സ് പിന്നിട്ട 32 അമ്മമാരെ മാതൃപഞ്ചകം ചൊല്ലി ആദരിക്കുകയും മൂലാദികളും വസ്ത്രവും നൽകി ആദരിക്കുന്നു. മാതൃബന്ധനത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന 6 വയസ്സ് പിന്നിട്ട അമ്മമാരുടെ രജിസ്ട്രേഷനും മറ്റ് വിവരങ്ങൾക്കും 99 46 06 52 47 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.